നമസ്തേ. അങ്ങനെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. സ്വാഭാവികമായിട്ടും പ്രതിഷേധക്കാരുടെ വലിയ വിജയമെന്നൊക്കെ ഇപ്പോൾ ഇതിനെ നറേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് കേട്ടോ, ഞാൻ അതിനെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നമ്മളിതിൻ്റെ ഒരു ടൈം ലൈൻ നോക്കിയേ. അതായത് ഇങ്ങനെ ഒരു ചോദ്യപേപ്പർ ശോഷണം നടന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ഈ കുറ്റപ്പെടുന്ന കേന്ദ്ര സർക്കാർ തന്നെയാണ്. അതിൻ്റെ പ്രതികളെ പിടിച്ചു, സമയബന്ധിതമായിട്ട് റീടെസ്റ്റ് നടത്തി വിജയികളെ പ്രഖ്യാപിച്ചു. അതായത് വിദ്യാർത്ഥികളുടെ ഒരു വർഷം വെറുതെ പാഴായി പോകരുത്, അവരുടെ സമയം വൃഥാവിലായി പോകരുത് എന്നുള്ളത് കൊണ്ട് സമയബന്ധിതമായിട്ട് റീടെസ്റ്റ് നടത്തി വിജയികളെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. ഇതിനിടയിൽ അദ്ദേഹം തന്നെ ഈ ഒരു കുറ്റത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തെ വിദ്യാർത്ഥികളോട് മാപ്പ് ചോദിച്ചു. ഇത്തരം ഒരു കുറ്റകൃത്യങ്ങൾ ഇനി നടക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി. രാജ്യത്തെ പ്രധാനമന്ത്രിയെ കൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനി ഭാവിയിൽ ഉണ്ടായാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഫാസ്റ്റ് ട്രാക്ക് കോടതികളെ സ്ഥാപിക്കുമെന്നും രാജ്യത്തെ കുട്ടികൾക്ക് ഉറപ്പ് നൽകി, യുവാക്കൾക്ക് ഉറപ്പ് നൽകി. എന്നിട്ടുമൊക്കെ അദ്ദേഹം രാജിവെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മാധ്യമങ്ങൾ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ രാജി പിടിച്ചു വാങ്ങി എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം അദ്ദേഹം സാക്രിഫൈസ് ചെയ്തു എന്നാണ്. ഹി ജസ്റ്റ് സാക്രിഫൈസ്ഡ് ഹിംസെൽഫ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നേഷന് വേണ്ടിയിട്ട്, ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്. അതായത് കേവലം വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ആരംഭിച്ചൊരു സമരം മറ്റൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ കയ്യിലെ ചട്ടുകങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഹി ജസ്റ്റ് സാക്രിഫൈസ്ഡ് ഹിംസെൽഫ് ഫോർ ദ നേഷൻ. മറിച്ച് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും എനിക്കങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം.